ചിന്തിക്കുക, ആൾക്കാർ ചിന്തിക്കുക, ഓവർ സ്പീഡിൽ പോകുമ്പോൾ ചിന്തിക്കുക, ഉറക്കം വരാൻ എനിക്ക് സാധ്യതയുണ്ട്. മൂക്കുമുട്ടയെ ഭക്ഷണം കഴിക്കുന്നത് ഉച്ചയ്ക്ക്, എന്നിട്ട് AC ഇട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉറങ്ങിപ്പോകും. ഞാനായാലും ആരായാലും അങ്ങനെ സംഭവിക്കാം. അപകടത്തിലേക്ക് വീഴാതെ പരമാവധി ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിലൊരു അപകടം ഉണ്ടായാൽ എൻ്റെ കുടുംബക്കാരുടെ, എൻ്റെ വീട്ടുകാരുടെ, എൻ്റെ അമ്മയുടെ, എൻ്റെ അച്ഛൻ്റെ, എൻ്റെ മക്കളുടെ സ്ഥിതി എന്താവും എന്നുള്ള ചിന്ത നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നിർബന്ധമായിട്ടും ഓർമ്മയിൽ വെക്കുക. ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ വിറ്റ്നസ് ചെയ്ത 2 ആക്സിഡൻറ്റ്സ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻറ്റ് അച്ഛനും മകനും മരിക്കുകയുണ്ടായി. ഈ അച്ഛനും മകനും മരിക്കുന്നതിൻ്റെ വീഡിയോ നമുക്കിപ്പോൾ എല്ലാത്തിൻ്റെയും വീഡിയോ കിട്ടുന്നുണ്ട്. എവിടെ നിന്നെങ്കിലുമൊക്കെ വീഡിയോ കിട്ടും, ക്ലിയർ കട്ടായിട്ട് കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൺട്രോൾ പോയി ലെഫ്റ്റിലേക്ക് വരുന്നു, അദ്ദേഹം ഒന്ന് ഞെട്ടിയപ്പം വീണ്ടും റൈറ്റിലേക്ക് പോകുന്നു, എതിരെ വരുന്ന നിരപരാധിയായ ഒരു വണ്ടിയുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് തെറിച്ച് വരുന്നു. അച്ഛനും മകനും ഒരു വീട്ടിൽ പെട്ടെന്ന് മരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ധാരണാവസ്ഥ എന്താണെന്ന് മിനിമം ആൾക്കാർ ചിന്തിക്കണം. ഓവർ സ്പീഡ് ചെയ്യുന്നവരെയാണ് ഞാൻ പറഞ്ഞത്. ഉറക്കം വരുമെന്നുള്ള ഒരു ബോധ്യം നമുക്കും ഉണ്ടാവണം. ഞാനിപ്പോൾ ആൾക്കാർ ഇട്ടിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് 2 മണി തൊട്ട് 4 മണി വരെ റോഡ് നിൽക്കാനാണ്. എന്താണെന്നറിയാമോ? നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഈ AC കയറിയിരുന്ന് അങ്ങോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഏത് മനുഷ്യനും ഉറങ്ങും. നമ്മൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക. ഉറങ്ങിയാൽ എത്ര കഴിവുള്ളായാലും, എത്ര കണ്ടീഷനുള്ള വണ്ടിയായാലും, എത്ര എനിക്ക് എയർ ബ്രേക്ക് ഉണ്ട്, ആൻറ്റി ലോക്കിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഉറങ്ങിയാൽ എല്ലാം പോയി. ഉറക്കം വലിയ ആപത്താണ്, ഡ്രൈവിങ്ങുമായിട്ട് ഒരിക്കലും മിക്സ് ചെയ്യാൻ പറ്റാത്തതാണ്. നമ്പർ 2, നമ്മുടെ മാൻമെയ്ഡ് മിസ്റ്റേക്കാണ് നമ്മൾ കണക്കൂട്ടില്ലാതെ ഓവർ സ്പീഡ് ചെയ്യുന്നത്. യാതൊരു കണക്കൂട്ടില്ലാതെ മനുഷ്യനെ ഓവർ സ്പീഡ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ചാൽ മതി. ഈ ഇടവഴി കൂടി ഇപ്പോൾ ഒരു സൈക്കിളുകാരൻ കയറി വന്ന്, അല്ലെങ്കിൽ ഒരു നായ ഓടി കയറി വന്ന്, അല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി പെട്ടെന്നൊരു ചവിട്ടുന്നു. ഇങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. ഇങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സ്പീഡ് കുറയ്ക്കും. ഇനി വളരെ ലളിതമായി പറഞ്ഞാൽ, തൊട്ട് മുമ്പിൽ നമ്മുടെ മരണം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർത്തു വെക്കുക. വേറെ ഒരു വർക്കിനും ഒരാക്ടിനും ഇത്രയും സാധ്യതയില്ല. തൊട്ട് മുമ്പിലാണ്. വാഹനങ്ങൾ ദൈനംദിനം കൂടിക്കൊണ്ടിരിക്കുക, അതൊന്നും കുറയ്ക്കാൻ കഴിയില്ല. റോഡൊക്കെ ഇത്രയേ ഉള്ളൂ. ആരും കുറ്റമൊന്നും പറയും. നമ്മുടെ നാടല്ലേ, നമ്മുടെ നാട്ടിൽ ഇത്ര റോഡ് സൗകര്യം, പരമാവധി റോഡ് സൗകര്യങ്ങൾ സർക്കാർ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ വളർന്നു വരുന്നുണ്ട്. എന്നാലും ദൈനംദിനം 4000 വാഹനങ്ങൾ റോഡിലേക്ക് ഇറങ്ങുക. മുട്ടാതെയും തട്ടാതെയും കൊണ്ടുപോകേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ്. കൂടുതലാ, അത് കൂടുകയേ ഉള്ളൂ. നമുക്ക് ആർക്കാണ് ആഗ്രഹമില്ലാത്ത വാഹനം വാങ്ങാൻ? ഒരാൾ ഒരു ജോലി കിട്ടിയ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ അദ്ദേഹത്തിന് ആദ്യം ഒരു 4 വീലർ എടുക്കണമെന്നുണ്ട്. സ്വാഭാവികം. അതിനകത്തൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടികൾ കൂടുമ്പോൾ മുട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ആ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവുക. നമ്മുടെ റോഡുകളുടെ പരിമിതിയും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. ആരും അതിനൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അർഹിക്കുന്ന റോഡ് ഇവിടെ ഉണ്ട്. അതിനകത്തൂടെ തട്ടാതെ മുട്ടാതെ കൊണ്ടുപോവുക. ഒരു കാരണവശാലും ഞാൻ വീട്ടിലെത്തും, അല്ലെങ്കിൽ എന്നെ വീട്ടിലെത്തിക്കുകയല്ല വേണ്ടത് എന്ന ചിന്തയിൽ കൊണ്ടുപോവുക. സാവകാശം പോവുക, ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊരു അപകടം പിടിച്ച ജോലിയാണ്. പണ്ട് ഞങ്ങൾ പറയുമായിരുന്നു, ഈ അപകടത്തിന് ഏറ്റവും സാധ്യതയുണ്ടെന്ന് കരുതുന്ന ഇടങ്ങൾ ഈ വയനാട് പോലുള്ള, അല്ലെങ്കിൽ ഇടുക്കി പോലുള്ള, അല്ലെങ്കിൽ വലിയ കൊക്കകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഏറ്റവും അപകട സാധ്യത. അവിടെ അപകടം വളരെ കുറവാണ്. കാരണം എന്താ അറിയാമോ? ഡ്രൈവർമാർ ജാഗരൂകരായിട്ടാണ് ഓടിക്കുന്നത്. അപകടത്തിൻ്റെ സാധ്യത അവർ മുൻകൂട്ടി കാണുന്നത് കൊണ്ട്. പക്ഷേ ഒരു അപകടവും സാധ്യത ഇല്ലെന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ നാഷണൽ ഹൈവേസ്, ഇവിടെ നീണ്ടു കിടക്കുന്ന നാഷണൽ ഹൈവേസ്. അവിടെ അപകടം വരുത്തില്ലെന്നുള്ളൊരു ചിന്തയിൽ ആൾക്കാർ ഓടിക്കുന്നു. ഇഷ്ടം പോലെ ആൾക്കാർ ഇടിക്കുന്നു, മരിക്കുന്നു. ചിന്തിക്കുക, ആൾക്കാർ ചിന്തിക്കുക, ഓവർ സ്പീഡിൽ പോകുമ്പോൾ ചിന്തിക്കുക, ഉറക്കം വരാൻ എനിക്ക് സാധ്യതയുണ്ട്. മൂക്കുമുട്ടയെ ഭക്ഷണം കഴിക്കുന്നത് ഉച്ചയ്ക്ക്, എന്നിട്ട് AC ഇട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉറങ്ങിപ്പോകും. ഞാനായാലും ആരായാലും അങ്ങനെ സംഭവിക്കാം. അപകടത്തിലേക്ക് വീഴാതെ പരമാവധി ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിലൊരു അപകടം ഉണ്ടായാൽ എൻ്റെ കുടുംബക്കാരുടെ, എൻ്റെ വീട്ടുകാരുടെ, എൻ്റെ അമ്മയുടെ, എൻ്റെ അച്ഛൻ്റെ, എൻ്റെ മക്കളുടെ സ്ഥിതി എന്താവും എന്നുള്ള ചിന്ത നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നിർബന്ധമായിട്ടും ഓർമ്മയിൽ വെക്കുക.